ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു കിട്ടണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദ താല്പര്യമുണ്ടെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൻ്റെ പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ബ്രെഡ് കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പകുതി നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതൊന്നിങ്ങനെ പരത്തിയിട്ടതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡും ഇതിന് മുകളിലേക്ക് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കണം. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. താവി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രെഡൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഒന്നിങ്ങനെ മിക്സായി കിട്ടണം. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നേന്ത്രപ്പഴം വട്ടത്തിൽ മുറിച്ചെടുത്തതോടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. കനം കുറച്ചിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ ബ്രെഡ് ചെയ്തതുപോലെ കൈകൊണ്ട് ഒന്നിങ്ങനെ ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നമുക്കിതൊന്നിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അടിഭാഗമൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് അടച്ചു വെക്കണം. 3 മിനിറ്റിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉള്ളത് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.